വെൽക്കം ബാക്ക് ടു അശ്വിത സ്കൂളിൽ. അപ്പോൾ ഇന്ന് നമുക്ക് പേപ്പർ സ്ട്രോ കൊണ്ട് ഒരു വാൾ ഡെക്കോർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ 8 പേപ്പർ സ്ട്രോസ് എടുത്തിട്ടുണ്ട്. അത് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഞാൻ 8 എണ്ണം മൊത്തം എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ ഈ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ 2 ഇമേജ് കാട്ടിയിട്ടുണ്ട് ഇവിടെ. വൈറ്റ് കളറാണ്, എണ്ണം കുറച്ച് കുറവാണ് അതിനെക്കാട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിനി അതനുസരിച്ച് അറേഞ്ച് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്, അതിന് ശേഷമാണ് ഒട്ടിക്കണുള്ളൂ. ഇപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ അളവൊക്കെ വേറെയൊക്കെ ആയിട്ടായിരിക്കും വരിക. അത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അളവൊക്കെ എടുത്ത് ഒട്ടിക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ദേ ഒട്ടിച്ചു. 2 എണ്ണം ഓൾറെഡി ഒട്ടിച്ചിട്ടാണ് കാണിക്കുന്നത്. ഞാൻ ഗമ്മ് ഒട്ടിച്ച് നോക്കി, പക്ഷെ അത് ഒട്ടുണ്ടായില്ല. പിന്നെ സെല്ലോ ടേപ്പ് ആക്കുമ്പോൾ വൃത്തിയേടാന്ന് വെച്ചു. അങ്ങനെ ഞാൻ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പാണ് ഇവിടെ യൂസ് ചെയ്യണത്. അങ്ങനെ ഇത് ഞാനിപ്പോൾ അളവൊക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് 3 സെൻറ്റിമീറ്ററാണ് ഡിഫറൻസ് ലെങ്ത്തിൽ വരിക കേട്ടോ. അങ്ങനെ 4 എണ്ണവും ഒട്ടിച്ചു. അപ്പോൾ ഇതാ ഇത്രയായി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി ഡെക്കറേഷൻസ് ആയാൽ മൊത്തത്തിൽ ഫിനിഷാവും. അപ്പോൾ ഡെക്കറേഷൻസിന് ഞാൻ ഓരോന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാം. അപ്പം ഇതൊക്കെ ഈ ഒരു ഡോറൊക്കെ ഞാൻ ജേർണൽ സപ്ലൈസിലുള്ളതാണ്. അതാണ് ഇവിടെ ഒട്ടിക്കുന്നത്. ഡോർ ഒട്ടിക്കുന്നതിന് മുന്നേ ഞാൻ വേറൊരു തോട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഇതാ 2 ഇതുപോലെ 2 പ്ലാന്റ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ നമുക്കിങ്ങനെ ഒട്ടിക്കാം. ഇത് ഞാൻ എൻ്റെ കയ്യിൽ ഗ്രീൻ പേപ്പർ ഉണ്ടായിരുന്നില്ല, അപ്പോൾ സ്റ്റിക്കി നോട്ട്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തേ. ലീഫിന് മാത്രം കുറച്ച് ഡാർക്കാക്കി കളർ കൊടുത്തു ക്രയോൺസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അത് ഒട്ടിച്ചു. ഇനി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒട്ടിക്കാം. ഞാൻ ഡോറൊക്കെ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്തത്. പ്ലാന്റ് മാത്രം ഞാൻ ഗം യൂസ് ചെയ്തു. ബാക്കി ഇനി സ്റ്റിക്കേഴ്സൊക്കെ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പാണ് യൂസ് ചെയ്യണേ. ഇത് കവായി സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇത് നേരെ ഒട്ടിച്ചാലോ എന്ന് വിചാരിച്ച, പക്ഷേ അപ്പം ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ വൈറ്റ് പേപ്പറിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ സൈഡ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുകയാണ് ചെയ്യണേ. ഇനി ഇത് ഈ സംഭവത്തിലേക്ക് ഒട്ടിക്കുകയാണ്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതും ജേർണൽ സപ്ലൈസിൽ ഉണ്ടാക്കിയിട്ടുള്ളത് തന്നെയാണ്. പിൻട്രസ്റ്റിലുള്ള ഒരു ഇമേജ് ആണ്, അത് വരച്ച് കളർ ചെയ്തതാണ്. സൈഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അതൊന്നും ശ്രദ്ധിക്കേണ്ട. ഈ ജേർണൽ സപ്ലൈസിൽ നിന്നാണ് 2 ഇത് ഒട്ടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് ആ ഒരു ഇത് തപ്പിയതാണ്. പിന്നെ തിരിച്ചെടുത്ത് വയ്ക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ സാധനം ഫിനിഷായി കഴിഞ്ഞു. എനിക്ക് അത്യാവശ്യം ഇഷ്ടമായി. ഇപ്പോൾ ടേബിളിലിരിക്കുമ്പോൾ അത്ര തോന്നില്ല, വാളിലേക്കാവുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ അതേ ഞാൻ വാളിലേക്ക് ഒട്ടിച്ചു. എൻ്റെ ടേബിളിൻ്റെ അടുത്തല്ല വെച്ച്, കാരണം ടേബിളിൻ്റെ നേരെ കർട്ടൻ ഒട്ടിക്കുകയാണ്. അപ്പോൾ ടേബിളിൻ്റെ അവിടെ ഒട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ വാളിൽ ഒട്ടിക്കുകയാണ് ചെയ്തത്. എനിക്ക് നല്ല ഇഷ്ടമായി. ടേബിളിൽ ഇങ്ങനെ വെറുതെ വെച്ച് കണ്ടതിനെക്കാട്ടും രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്നും ഉണ്ടാക്കി നോക്കൂ, നല്ല എളുപ്പമാണ്. പേപ്പർ സ്ട്രോസ് ഉണ്ടായാൽ നല്ല എളുപ്പമാണ്. ടാറ്റാ.